ഹായ്, ഇന്ന് നമുക്കൊരു നെയ്പായസം ഉണ്ടാക്കാം. അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഉണക്കലരി കുതിർത്തത് ഇടുകയാണ്. നമ്മൾ കുക്കറിലാണ് അരി വേവിച്ചെടുക്കുന്നത്. നമുക്കതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലടിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി വെന്തോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിന് 300 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ട വരാൻ പാടില്ല. കട്ട വരാതെ തന്നെ നന്നായിട്ട് നമ്മളിത് ഇളക്കിയെടുക്കണം. കുറച്ചുകൂടെ ശർക്കര ഒഴിക്കണം. ഈ ശർക്കരപ്പാനിക്ക് അത് കിടന്ന് ഇനി നന്നായിട്ട് വറ്റണം. ഇത് നന്നായിട്ട് ഇളക്കി കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം അടുപ്പത്ത് വെച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാൻ. ഇപ്പം നന്നായിട്ട് കട്ട ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 50 ഗ്രാം കൽക്കണ്ട ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം കിടന്നൊന്ന് തിളച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 1 നുള്ളു ഉപ്പിട്ടാൽ മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വാങ്ങി വയ്ക്കാം. ഈ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടീസ്പൂണാണ്. നമ്മൾ ഒരു 50 ഗ്രാം കറുത്ത ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വീർത്ത് വരും മുന്തിരിങ്ങ. ഇനി നമുക്കിത് വാങ്ങാം. ഇനി നമുക്കിതിലേക്ക് 2 കദളിപ്പഴം അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര വെളുത്ത ശർക്കര ആയതുകൊണ്ടാണ് നമ്മുടെ പായസത്തിന് ഒരു വെളുത്ത കളറ്. കറുത്ത ശർക്കര ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി കറുത്തിരുന്നേനെ. അപ്പോൾ നമ്മുടെ നെയ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.